മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അനുഗമിച്ചിടും ഞാനൻ പരനേ പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, അനുഗമിച്ചിടും ഞാനൻ പരനേ പരനേ, കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്തു. അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളു. ഈ വാക്യത്തിൽ 2 പ്രാവശ്യം യഹോവ അരുളി ചെയ്യുന്നു, യഹോവ അരുളി ചെയ്യുന്നു എന്ന് വായിക്കുകയാണ്. ഒന്നാമത് നാം വായിക്കുമ്പോൾ ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന്. അപ്പോൾ ഒന്നാമത് ദൈവം അരുളി ചെയ്യുന്ന കാര്യം ഉപേക്ഷണം വെറുക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഉപേക്ഷണം വെറുക്കുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കണം. പുറമേ കാണിക്കുന്ന കാര്യമല്ല, ഉള്ളിൽ സൂക്ഷിക്കണം, അകം. എന്നിട്ട് പറയുന്നത് ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുതെന്നാണ്. ഭർത്താവിനെ സംബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഞാനതിങ്ങനെ പറയട്ടെ. ഭർത്താവിനോടും അവിശ്വസ്തത കാണിക്കരുത്. അപ്പം ഭാര്യ ഭർത്താവ് 2 പേരും വിശ്വസ്തരായിരിക്കണം, വിശുദ്ധിയിലായിരിക്കണം. അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. പിന്നെ പറയുകയാണ്, ദൈവം യോജിപ്പിച്ചതാണ്, കൂട്ടാളിയായി തന്നതാണ്, ധർമ്മപത്നിയാണ്. എന്തെല്ലാം വാക്കുകൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കണം. അപ്പോൾ അതൊരു കൂട്ടാളിയാണ്, ദൈവം യോജിപ്പിച്ചതാണ്, ധർമ്മപത്നിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ഞാനൊരു കാര്യം അരുളി ചെയ്യുകയാണ്, ഞാൻ കൽപ്പിക്കുകയാണ്, ഞാൻ നിന്നോട് പറയുകയാണ്. എന്താ പറയുന്നത്? മാറ്റിക്കൂടാത്തൊരു കാര്യം, തിരുത്തിക്കൂടാത്ത എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തൊരു ദൈവത്തിൻ്റെ കൽപ്പന തിരുത്താൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ഇത് എൻ്റെ ഒരു കൽപ്പനയാണ്, ഞാൻ ഓർഡർ ഇടുകയാണ്. എന്താ ദൈവം പറയുന്നത്? അവിടെ പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ. യഹോവ എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ. 2ാമത് വായിക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവ. അപ്പോൾ അവിടെ വായിക്കുന്നത് എന്താ ദൈവം പറയുന്നത്? ഉപേക്ഷണം വെറുക്കുന്നു. എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഉപേക്ഷിക്കുന്നതാണ്. ഉപേക്ഷിച്ച് കളയുന്നത് ഞാൻ വെറുക്കുന്നു എന്ന് ദൈവം പറയാം. ഇവിടെ ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുന്ന കാര്യമാണ്. ആ നാളുകളിൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നൊരു സംഭവം ഇല്ലായിരുന്നു. അങ്ങനെ നാം എവിടെയും കാണുന്നില്ല. ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കുമായിരുന്നു. പക്ഷെ ആ ഉപേക്ഷണം ദൈവം വെറുക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ 2നും സാധ്യത കൂടുതലാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നുണ്ട്, ഭർത്താവും ഉപേക്ഷിക്കുന്നുണ്ട്.
കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ധാരാളം കേസുകളാണ്. വർഷങ്ങളായിട്ട് ഈ കേസുകളിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിശ്വാസികളുടെ മധ്യ മാത്രമല്ല, ദുഃഖമെന്ന് പറയട്ടെ, വിശ്വാസികളുടെ മധ്യേയും ഈ കേസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിനെക്കുറിച്ച് ധാരാളമായ ഒരു വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ പ്രിയരെ, ദൈവം അത് വെറുക്കുന്നു എന്ന് തന്നെ വേദപുസ്തകം പറയും. ഈ കാര്യങ്ങളൊക്കെ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലും ഭയമുണ്ട്. കാരണം പല ആളുകളും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബ്രദറിൻ്റെ വീട്ടിൽ ഇത് സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ വില ബ്രദറിന് മനസ്സിലാവും. അപ്പോൾ ചില പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകളാണിത്. ഞാൻ അവരെ ന്യായം വിധിക്കുകയല്ല, പക്ഷേ സാധ്യതകൾ ഒരുപാടുണ്ട് പിരിയാനായിട്ട്. പല നിലകളിൽ പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾ പറയും, എന്നാൽ പിന്നെ അങ്ങ് പിരിയുകയല്ലേ നല്ലത്, ഇങ്ങനെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് എന്താ കാര്യം, പിരിയുന്നതാണ് നല്ലത്. ചില മധ്യസ്ഥന്മാരും അത് പറയാറുണ്ട്. എന്നാൽ കർത്താവ് അത് പറയുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കർത്താവ് അത് പറയുന്നില്ല. കർത്താവ് പിരിക്കരുതെന്ന് പറയും. എന്നിട്ട് അത് മാത്രമല്ല, ഇവിടെ വായിക്കുന്നത് അത് ദൈവം വെറുക്കുന്നു എന്നും കൂടിയാണ്. ആ കാര്യം ദൈവം വെറുക്കുന്നു. ആരും അങ്ങനെ പിരിയാൻ ഇടയാകല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സംഭവിച്ചത് തിരുത്താൻ സമയങ്ങളുണ്ട്. ഇനി ആരുടെയും കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ആരുടെയും കുടുംബങ്ങളിൽ, തലമുറകളിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ ഭയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, പ്രിയമുള്ളവരെ. കാരണം നാളെ എന്തു സംഭവിക്കും, എവിടെ, ഏതു കുടുംബത്തിൽ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വസ്തയോടെ ജീവിക്കാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ദൈവം വലിയൊരു കൽപ്പനയായിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. പിന്നെ രണ്ടാമത് അവിടെ വായിക്കുന്നത്, അത് ചെയ്യുന്നവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പം ഒന്ന്, ദൈവം അത് വെറുക്കുന്നു, ദൈവം അരുളി ചെയ്യുകയാണ്. രണ്ടാമത്, ദൈവം അരുളി ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ നിലകളിൽ ഉപേക്ഷണം ചെയ്താൽ, ഭർത്താവിനെ ഭാര്യ ഉപേക്ഷിച്ചാൽ, ആ മനുഷ്യനെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നത്, അവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്നാണ്. നമുക്കറിയാം, സാഹസം ദൈവം വെറുക്കുന്നൊരു കാര്യം. സദൃശവാക്യമുള്ള കാര്യം പറയും. അപ്പോൾ ഇവിടം പറയുകയാണ്, സാഹസം കൊണ്ട് അവൻ മൂടുകയാണ് തൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവൻ കാണിക്കുന്നത് ഒരു വല്ലാത്ത സാഹസിക പ്രവൃത്തി. ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ദൈവം വെറുക്കുന്നൊരു കാര്യമാണ്. അതവൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊരു സാഹസികത അവൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംഭവിക്കരുത്. അത് പാടില്ല, അത് തെറ്റ്. നീ ആ സാഹസികത കാണിക്കാൻ പാടില്ല എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. അവൻ തൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടും. എന്നിട്ടും പറയുകയാണ്, ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളു. നാം 15-ാം വാക്യത്തിൻ്റെ ഒടുവിലും നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് വായിച്ചു. ഇപ്പോഴിതാ വീണ്ടും 16-ാം വാക്യത്തിൻ്റെ ഒടുവിലും അതേ കാര്യം തന്നെ വായിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. വളരെ സൂക്ഷിച്ച് ഇടപെടേണ്ടുന്നൊരു മേഖലയാണ് കുടുംബജീവിതം എന്ന് ദൈവം പറയുന്നു.
അതിനെ നിസാരവൽക്കരിക്കാൻ പാടില്ല. തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ് മുമ്പോട്ട് പോകാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ വളരെ സൂക്ഷിക്കണം എന്ന് പറയും. മറ്റൊരു വിധത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മെ ആരെയും തള്ളിക്കളയുന്നവനല്ല. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്നാണ്. അവൻ നമ്മളെ ഉപേക്ഷിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല, മറന്നുകളയുന്നില്ല. പ്രിയമുള്ളവരെ, എത്ര വലിയ സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. എത്ര വലിയ കരുതലാണ് നമ്മുടെ കർത്താവിന് നമ്മളോടുള്ളത്. അമ്മ മറന്നാലും മറക്കുകയില്ലെന്ന് പറയുമ്പോൾ അമ്മയുടെ സ്നേഹമാണ് ലോകത്തിൽ വലിയ സ്നേഹം. പക്ഷേ ആ അമ്മ മറന്നാലും അമ്മ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന്. എന്താ കാരണം? തൻ്റെ ചുടുനിണം ചൊരിഞ്ഞാണ് ക്രിസ്തു എന്നെയും താങ്കളെയും വാങ്ങിയത്. തൻ്റെ ഒടുവിലത്തെ ചോര വരെയും നമുക്ക് വേണ്ടി ചിന്തിയാണ് നമ്മെ പാപത്തിൻ്റെ, നരകത്തിൻ്റെ ഭയങ്കരതയിൽ നിന്ന്, ഭീകരതയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് വീണ്ടെടുത്ത് തൻ്റെ സ്വന്തമാക്കി തീർത്തത്. ആ നമ്മെ എങ്ങനെ തള്ളിക്കളയാൻ നമ്മുടെ കർത്താവിന് കഴിയും? തള്ളിക്കളയാത്തൊരു കർത്താവ് എന്നോടും താങ്കളോടും പറയുന്നു, നാമും തള്ളിക്കളയരുത്, ഉപേക്ഷിച്ച് കളയരുത്, വെറുത്ത് കളയരുത്. ചേർത്ത് പിടിക്കുവാൻ, സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ, കരുതലോടെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. കുറവുകളുണ്ട്, ഇല്ലെന്നല്ല. ആ കുറവുകളെ ക്ഷമിച്ചും സ്നേഹിച്ചും കരുതിയും പൊറുത്തും മുമ്പോട്ട് പോകുവാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ പങ്കാളിക്ക് ഉള്ള കുറവുകൾ ഉള്ളതുപോലെ തന്നെ നമ്മിലും പല കുറവുകളുണ്ട്. നാം അത് കാണുന്നില്ലെന്നുള്ളതാണ്. പരസ്പരം അവനവൻ്റെ കുറവുകളെ കാണാൻ ശ്രമിച്ചാൽ മറ്റുള്ളവരെ പഴിചാരുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ തെറ്റുകളെ തിരുത്തുകയും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് ഇത്തരുണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് പ്രിയരായി തീരാൻ വരുന്ന ദിവസങ്ങളിൽ ഈ വചനങ്ങൾ മുഖാന്തരമാകട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മമക്കൊടും പാപം തീർക്കുവാൻ താൻ കനിഞ്ഞെന്നു, മമക്കൊടും പാപം തീർക്കുവാൻ താൻ കനിഞ്ഞെന്നു. വിമലജൻ ജീവൻ തരുവതിനും തുനിഞ്ഞെന്നു, വിമലജൻ ജീവൻ തരുവതിനും തുനിഞ്ഞെന്നു. അനുഗമിച്ചിടും ഞാനൻ പരനേ, പരനേ കുരിശിൽ മരിച്ചുയർത്ത നാഥനേ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ.